കഴിഞ്ഞ 60,000 വർഷങ്ങളായി ജീവിത രീതികളിൽ വലിയ മാറ്റങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഇന്ത്യയുടെ ഭൂപടത്തിലുണ്ടെങ്കിലും ഇന്ത്യൻ നിയമങ്ങളോ ഭരണകൂടമോ ഒന്നും ബാധകമല്ലാത്ത ഒരിടം. അതാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളിലെ നോർത്ത് സെന്റിനൽ ഐലൻഡും അവിടുത്തെ സെന്റിനലീസ് ഗോത്രവർഗ്ഗക്കാരും. ഇവരെ പറ്റിയുള്ള വളരെ കുറച്ച് അറിവുകൾ മാത്രമാണ് ഇന്നും നമുക്കുള്ളത്. അതിന് കാരണം പുറത്തുനിന്ന് ഇവരുടെ ദ്വീപിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നവരെ ഇവർ അമ്പെയ്ത് കൊല്ലും എന്നുള്ളതാണ്. വേട്ടയാടിയും മീൻ പിടിച്ചുമാണ് ഇവർ ജീവിക്കുന്നത്. തീ ഉണ്ടാക്കാനും ചെറിയ തോണികളും ഇവർ ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ജനസംഖ്യ 50 മുതൽ 200 വരെയാണെന്ന് കരുതപ്പെടുന്നു. എന്നാൽ 1991 ഇവരുമായി കൂടിക്കാഴ്ച നടത്തുവാൻ TN പണ്ഡിറ്റ് എന്ന ഇന്ത്യക്കാരന് സാധിച്ചു. തേങ്ങയും മറ്റും അവർക്ക് സമ്മാനമായി നൽകിക്കൊണ്ട് അവരെ സന്ദർശിച്ചതിന് ശേഷം അവരെ അവരുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെ ജീവിക്കാൻ അനുവദിക്കുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. കാരണം നൂറ്റാണ്ടുകളായി ഒറ്റപ്പെട്ട് തന്നെ കഴിയുന്ന ഇവർക്ക് നമുക്ക് സാധാരണയായി വരുന്ന പനി, ജലദോഷം പോലെയുള്ള അസുഖങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി ഇവർക്കുണ്ടാവില്ല. പുറത്തു നിന്നുള്ള ഇടപെടലുകൾ അവരുടെ സംസ്കാരത്തെയും സമാധാനത്തെയും തകർക്കും എന്നുള്ളതാണ് മറ്റൊരു കാരണം. അതുകൊണ്ട് തന്നെ 1956 മുതൽ ദ്വീപിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിൽ പ്രവേശനം കർശനമായി നിരോധിക്കുകയും ഇന്ത്യൻ നാവികസേന ദ്വീപിന് ചുറ്റും കാവൽ നിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ 2018 ജോൺ അലൻ ചൗ എന്നയാൾ ആ ദ്വീപിൽ അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചു. അയാൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് സെക്കൻഡ് പാർട്ടിൽ പറയാം.